ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ വിനീഷും കൂട്ടരും ഗംഗയും കൊണ്ട് പോകുന്നതിനിടയിലാണ് അവരുടെ മുന്നിലെ റോഡിലൂടെ വിനീത് നടന്നു പോകുന്നത്. അവനെ കണ്ട് അതെന്താന്ന് വിനീഷ് ചോദിക്കേ, അതൊരു മനുഷ്യനല്ലേ എന്നർത്ഥം പറയേ, ഈ സമയത്തോ എന്ന് വേറൊരുവനും. അതെ, ഈ പരിസരത്ത് വീടുകളൊന്നുമില്ലല്ലോ, പകൽ സമയം പോലും ഈ വഴി വരാൻ ആളുകൾ ഭയപ്പെടും എന്ന് വിനീഷ് പറയേ, എന്നാൽ ചിലപ്പോൾ പ്രേതമായിരിക്കുമെടാ എന്നൊരുത്തനും പേടിയോടെ പറയുന്നുണ്ട്. എന്നാലും ഹോൺ അടിക്കുന്ന ഒരുവൻ പറയേ, ഡ്രൈവ് ചെയ്യുന്നവരും തുടരെ ഹോൺ അടിക്കുന്നുണ്ടെങ്കിലും വിനീത് അതൊന്നും ശ്രദ്ധിക്കാതെ നടു റോഡിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുക. അവന്റെ മനസ്സിൽ അപ്പോഴും അമ്മ പറഞ്ഞ വാക്കുകളായിരുന്നു, ഇത് ഞാനും എന്റെ ഭർത്താവും കൂടി സമ്പാദിച്ച വീടും സ്ഥലവുമാ. ഇവിടെ എന്റെ തലയ്ക്ക് മീതെ പറക്കുന്ന ഒരുത്തനും വേണ്ട. നിനക്ക് പ്രധാനം ഞാനാണോ ആ അഴിഞ്ഞിട്ടക്കാരിയാണോ എന്ന് ഇപ്പൊ തീരുമാനിക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞതും ചിന്തിച്ചുള്ള നടപ്പാ വിനീതും. കാറിന്ന് തുടരെ ഹോൺ അടിക്കുന്നുണ്ടെങ്കിലും വിനീതിന്റെ മാറാതെയുള്ള നടപ്പ് കണ്ട് അവ മാറുന്നില്ലല്ലോ എന്ന് വിനീഷ് പറയുമ്പോഴാണ് ഹോൺ അടിയുടെ ശബ്ദം കേട്ട് ഗംഗ കണ്ണു തുറക്കുന്നത്. പിൻസീറ്റിലിരിക്കുകയായിരുന്നവൾ പരിഭ്രമത്തോടെ കാറിലുള്ളവരെല്ലാം നോക്കി നടന്ന സംഭവങ്ങളെല്ലാം ഓർത്തെടുക്കുകയാ. വഴിയിൽ വെച്ച് സ്കൂട്ടർ ഓഫായ യമുനയും കാവേരിയും റോഡിലൂടെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക. ഹോൺ അടിച്ചിട്ടും മാറാത്ത വിനീതിനെ കണ്ട് ദേഷ്യത്തോടെ വണ്ടി നിർത്തി, പൊട്ടനോ പ്രേതമൊന്നുമല്ല, ഇവന് നല്ല അടിയുടെ കുറവാണെന്ന് പറഞ്ഞ് വിനീഷ് ഇറങ്ങിച്ചെന്ന് വിനീതിന്റെ അടുത്തേക്ക് ചെന്ന്, ഡാ നിന്നെയാ വിളിച്ചത്, ഒരു കാറ് പിന്നാലെ വന്ന് ഹോൺ അടിച്ചത് കേട്ടില്ലടാ എന്ന് ദേഷ്യത്തോടെ ചോദിക്കേ. സോറി സാർ എന്ന് വിനീതും. ദേഷ്യത്തോടെ അവന്റെ ഒരു സോറി എന്ന് പറഞ്ഞ് വിനീഷ് അവന്റെ ഷർട്ടിന്റെ കോളറിനിട്ട് കുത്തിപ്പിടിച്ച് റോഡ് അരിയിലേക്ക് തള്ളി വീഴ്ത്തുകയാണ്. വിനീത് വീഴാതെ പിടിച്ചു നിൽക്കുമ്പോഴേക്കും ബാസ്റ്റാർഡ് എന്ന് വിളിച്ച് വിനീഷും കാറിലേക്ക് ചെന്ന് കയറുകയാണ്. റോഡിൽ നിൽക്കുന്ന വിനീതിനെ കണ്ട് ഗംഗയും, വിനീതേട്ടാ രക്ഷിക്കണേ, വിനീതേട്ടാ എന്ന് വിളിക്കേ. വിനീതും അവളെ കാണുന്നുണ്ട്. അവളെ കാണുന്ന വിനീതും വെപ്രാളത്തോടെ കാറിനരികിലേക്ക് ഓടിച്ചെന്ന്, സാർ എന്റെ വിനീത് സാർ എന്ന് ഗ്ലാസ് താഴ്ത്തിയ വിനീഷിനോടായി പറയുന്നുണ്ട്. നിന്റെ ഗംഗയോ? അവളിപ്പോ ഞങ്ങളുടെ ഗംഗയാടാ എന്നവൻ പറയേ, അവളെ ഇവിടെ വിട്ടിട്ട് പോണം എന്ന് കൈകൂപ്പിക്കൊണ്ട് വിനീതും പറയുന്നുണ്ട്. നിനക്ക് കിട്ടിയതൊന്നും പോരെടാ എന്ന് ചോദിച്ച് വിനീഷ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വിനീത് അവനെ പിടിച്ച് റോഡ് അരിയിലേക്ക് തള്ളി വീഴ്ത്തുന്നുണ്ട്. അവൻ വീണത് കണ്ട് വേറൊരുത്തനും വണ്ടി നിറങ്ങി വിനീതിനെ തല്ലാൻ തുടങ്ങുമ്പോഴേക്കും വിനീത് അവനിട്ട് നല്ല ഇടിവെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ബാക്കിയുള്ളവരും കാറിൽ നിറങ്ങി വരുന്നുണ്ട്. അവരെല്ലാവരും വളഞ്ഞിട്ട് വിനീതിനെ ആക്രമിക്കാൻ തുടങ്ങുമ്പോഴേക്കും വിനീതും ഒരു കല്ലെടുത്ത് അവരുടെ നേരെ വീശുകയാ. ആ കല്ലുകൊണ്ടവൻ വിനീഷിന്റെ തലയ്ക്ക് ആഞ്ഞടിച്ച് വീഴ്ത്തുമ്പോഴേക്കും ഒരു വടിയെടുത്ത് വേറൊരുത്തൻ വിനീതിനെ അടിക്കുന്നുണ്ട്. ആ മരക്കഷ്ണം അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി വിനീത് അവരെല്ലാം അടിച്ചു വീഴ്ത്തുകയാ. എല്ലാവരെയും അടിച്ചൊതുക്കി വിനീത് റോഡിലേക്ക് വീഴുമ്പോഴേക്കും വിനീഷ് വീണ്ടും എഴുന്നേറ്റ് അവന്റെ നേരെ വരുന്നത് കാണേ അവന് വീണ്ടും ആ വടി കൊണ്ട് പൊതിരെ തല്ലി. നിനക്കെന്റെ പെണ്ണിനെ വേണമല്ലേടാ എന്ന് ചോദിച്ച് വിനീഷ് അവന്റെ തല കടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും കാറിൽ നിറങ്ങിയ ഗംഗയും വിനീതേട്ടാ എന്ന് വിളിക്കുക. അത് കേൾക്കെ വിനീതും അവന്റെ തല അടിച്ചു പൊട്ടിക്കുക. വിനീത് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാണുന്നത് തല കറങ്ങി വീഴാൻ പോകുന്ന ഗംഗയെയാണ്. അത് കാണെ അവനും ഓടിച്ചെന്ന് വീഴാൻ പോയ ഗംഗയെ താങ്ങി പിടിക്കുക. ഗംഗെ, മോളെ ഗംഗെ എന്നൊക്കെ അവൻ വിളിക്കുന്നുണ്ടെങ്കിലും അവളുടെ ബോധം മറഞ്ഞിരുന്നു. ആ സമയത്തും കാവേരിയും യമുനയും റോഡിലൂടെ ഓടുകയായിരുന്നു. വഴിക്ക് വെച്ച് ഓടി തളർന്ന യമുനയും അവിടെ തന്നെ നിന്ന് കാവേരി ചേച്ചി എന്ന് വിളിക്കെ അവളുടെ അടുത്തേക്ക് തിരിച്ചോടി വന്ന് വാ എന്ന് കാവേരി വിളിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വയ്യ ചേച്ചി, ഇനി ഒരടി പോലും മുന്നോട്ട് നടക്കാൻ എനിക്ക് വയ്യെന്ന് യമുനയും തളർച്ചയോടെ പറയുക. തോറ്റു പോവല്ലേ മോളെ, ഇവിടെ തോറ്റാൻ നമ്മളെ പശ്ചാത്തപിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് കാവേരി അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോഴാണ് റോഡിനപ്പുറത്തു നിന്നും ആരോ നടന്നു വരുന്നത് കാണുന്നത്. പരിഭ്രമത്തോടെ എന്താ അത് എന്ന് കാവേരി ചോദിക്കേ. അറിയില്ല ചേച്ചി എന്ന് വിളിച്ച് പേടിയോടെ നിൽക്കുകയാണ് യമുനയും. അവൻ അടുത്തേക്ക് നടന്നു വരുന്തോറും അവനെ ശ്രദ്ധിച്ചു നിൽക്കുന്ന കാവേരിയും വിനീതേട്ടനാണോ എന്ന് ചോദിച്ച് അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് ഓടുകയാ. അവന്റെ കയ്യിൽ ഗംഗയെ കണ്ട് അയ്യോ ചേച്ചി, ഗംഗച്ചി എന്നവർ വിളിക്കേ. പേടിക്കണ്ട, ഗംഗയ്ക്കൊന്നുമില്ലെന്ന് വിനീതും പറയുന്നുണ്ട്. ഗംഗച്ചിന്ന് പരിഭ്രമത്തോടെ വിളിച്ച് താഴെ വെക്ക് വിനീതേട്ട എന്ന് കാവേരി പറയേ. വിനീത് അവളെ താഴേക്ക് കിടത്തുകയാ. വിനീതേട്ട എന്താ പറ്റിയെന്ന് കാവേരി ചോദിക്കെ വിനീത് നടന്ന സംഭവങ്ങളെല്ലാം വിവരിക്കുകയാ. എല്ലാം കേട്ടുകഴിഞ്ഞ് കാവേരിയും ദേഷ്യത്തോടെ അവരിപ്പോഴും അവിടെയുണ്ട് വിനീതേട്ട, അങ്ങനെ വിടാൻ പാടില്ല അവരെ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും ഗംഗ കണ്ണു തുറക്കുകയാ. അത് കണ്ട് അവർ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തുമ്പോഴേക്കും വിനീതും തളർച്ചയോടെ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. ഗംഗയും അവളോടായി ചോദിക്കുന്നുണ്ട്, ഇനി എന്താ കാവേരി ചെയ്യുന്നേ, കൊല്ലാനാണോ? ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ വിനീതേട്ടൻ ഇപ്പോ ജയിലിലായേനെ എന്നവൾ പറയേ. ബാക്കി നമുക്ക് രാവിലെ നോക്കാം കാവേരി, ഇപ്പോ ഗംഗയുടെ കാര്യം നോക്കുന്ന തളർച്ചയോടെ വിനീതും പറയുന്നുണ്ട്. അപ്പോഴാണ് ഗംഗ വിനീതിന്റെ നെറ്റി മുറിഞ്ഞത് കാണുന്നത്. വിനീതേട്ടാ ചോര എന്ന് പറഞ്ഞവൾ എഴുന്നേറ്റ് തന്റെ ഷോൾ എടുത്ത് വിനീതിന്റെ നെറ്റിയിലെ ചോര ഒപ്പുകയാണ്. വിനീതും പ്രണയത്തോടെ അവളെ തന്നെ നോക്കിയിരിപ്പാ. ആ കാഴ്ച കണ്ട് യമുനയും കാവേരിയും പരസ്പരം പുഞ്ചിരിക്കുകയാ. അതൊരു ചെറിയ മുറിവല്ലേ എന്ന് വിനീത് ചോദിക്കേ. ചെറിയ മുറിവൊന്നുമല്ല, വീട്ടിൽ ചെന്ന് മരുന്ന് വെച്ച് കെട്ടണമെന്ന് ഗംഗയും. വിനീത് വീണ്ടും പ്രണയത്തോടെ അവളെ തന്നെ നോക്കിയിരിക്കേ. സങ്കടം കൊണ്ട് ഗംഗയുടെ കണ്ണുകൾ നിറയുകയാ.
ചിരിയോടെ യമുനയും കാവേരിയോടായി പറയുന്നുണ്ട്. കാര്യം കുറെ ടെൻഷൻ അടിച്ചെങ്കിലും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി എന്ന് തോന്നുന്നു. അല്ലേ ചീന്ന്. അത് കേട്ട് ചിരിയോടെ അവരെ നോക്കി ഇരിക്കുകയാണ് കാവേരിയും. എന്നാലും എന്റെ പ്രശ്നത്തിന് പരിഹാരമായില്ലല്ലോടി എന്ന് കാവേരി പറയേ. എന്ത് പ്രശ്നം എന്ന് യമുനയും. കണ്ടോ, അമ്മ മഹാഭാരതം എഴുതി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നവൾ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ ഇരിപ്പാ യമുനയും. പിന്നീട് രാവിലെ ആവുമ്പോൾ സ്നേഹതീരത്തെ ശാരദ എല്ലാവരെയും വഴക്കു പറയുകയാ. പെൺവാക്ക് കേൾക്കുന്നവന്റെ ഗതി അതോ ഗതി എന്നാ പറയാറുള്ളത്. 4 പെണ്ണുങ്ങളെ ചുറ്റും നിന്ന് ഓതി തന്നതിന്റെ ഫലമാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പറ്റോ? 4 ആളുടെ മുഖത്ത് നോക്കാൻ പറ്റോ? വേണ്ട വേണ്ടാന്ന് ഞാനൊരു 1000 വട്ടം പറഞ്ഞതാ. അപ്പോ കോടികളുടെ ബിസിനസ് നടത്താൻ പോയതാ. ഇപ്പോ കപ്പൽ കയറി വന്നല്ലോ കോടികള്. ആ ചെറുക്കം വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന മാനവും കൂടി കപ്പൽ കയറി പോയേനെ എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും കാവേരി അവിടെ കിടന്ന് ഉറക്കമാ. ഗംഗയും റൂമിലേക്ക് വന്ന് ഉറങ്ങിക്കിടക്കുന്ന കാവേരിയെ കണ്ട് ബെസ്റ്റ്. കേൾക്കേണ്ട ആള് മാത്രം ഇതൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കേ. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ പറ അവളോട്, ഇല്ലെങ്കിൽ ചട്ടുകം എടുത്ത് ഞാൻ അങ്ങോട്ട് വരും എന്നമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേൾക്കേ അവളുടെ തോളത്ത് വെച്ച് കാവേരി കാവേരി എന്ന് വിളിച്ചുണർത്തുക ഗംഗയും. ഉറക്കത്തിൽ നിന്നുണർന്ന കാവേരിയും ഗംഗയുടെ കയ്യിൽ മുറുകെ പിടുത്തമിട്ട് അരവിന്ദനും മക്കൾക്കു നേരെ കൈവയ്ക്കുന്നോടാ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നത് കേൾക്കേ ഗംഗയും ചിരിയോടെ അരവിന്ദന്റെ മോളെ. അരവിന്ദന്റെ ഭാര്യ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. പഴുപ്പിച്ച ചട്ടവുമായി പുള്ളിക്കാരി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ പെട്ടെന്ന് എണീറ്റോ എന്ന് ഗംഗയും പറയുന്നുണ്ട്. കാവേരിയും ക്ഷീണത്തോടെ എഴുന്നേറ്റുകൊണ്ട് ചട്ടുകത്തിന്റെയൊക്കെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കേ. ഇനിയും എഴുന്നേറ്റ് ജോലിക്ക് പോയില്ലെന്നുണ്ടെങ്കിലേ അത് അമ്മ തീരുമാനിക്കുമെന്ന് ഗംഗ പറയേ. ജോലിയോ? ഏത് ജോലി എന്ന് കാവേരിയും ചോദിക്കുക. നീ ഒരു റിസോർട്ടിൽ ജോലിക്ക് പോകുന്നില്ലായിരുന്നോ? അവിടുത്തെ ജോലി എന്ന് ഗംഗ പറയേ. അത് പോയി എന്ന് കാവേരിയും പറയുക. ജോലി പോയോ എന്ന് അമ്പരപ്പോടെ ഗംഗ ചോദിക്കേ. രാജേശ്വരിയുടെ റിസോർട്ടിലെ ജോലി പോയ കാര്യം ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ലല്ലോ. അതോടി പറഞ്ഞ എന്നെ അമ്മ വറുത്തു കോരി തിന്നും. തൽക്കാലം ഹോം സ്റ്റേയുടെ വെടിയും പുകയും ഒക്കെ അടങ്ങുന്നത് വരെ റിസോർട്ട് അവിടെ നിൽക്കട്ടെ. അതുതന്നെ ഭഗവാനെ നീ തന്നെ ശരണം എന്ന് പ്രാർത്ഥനയോടെ കാവേരി ഇരിക്കെ. എടി എന്താ നീ പറയണേ? ജോലി പോയോ എന്ന് ഗംഗ വീണ്ടും ചോദിക്കുക. അത് പോയില്ലേന്നാ ഞാൻ ചോദിച്ചത്. ഇന്നലെ മിഞ്ഞാന്നുമൊക്കെ ഞാൻ ജോലിക്ക് പോയതല്ലേ. ഇനി ഇന്നും നാളെയും ഒക്കെ പോണോന്ന്. 1-2 ദിവസം ലീവ് എടുക്കാം. വല്ലാത്തൊരു മടുപ്പ് എന്നവൾ ചിരിയോടെ പറയേ. എന്തിനാടി മുഴുവൻ സമയം ഇവിടെ അമ്മയുടെ പഴിയും കേട്ടിരിക്കുന്നത്? ഇന്നത്തെ ദിവസമൊക്കെ വളരെ അപകടകരമായ കാലാവസ്ഥയാ. ഇടിയും മിന്നലുമൊക്കെ ഏത് നിമിഷവും ഉണ്ടാവാം എന്ന് ഗംഗ പറയേ. ശരിയാ. അല്ല നിളയും യമുനയും ഒക്കെ എവിടെ എന്ന് കാവേരി ചോദിക്കുന്നു. അവരവരുടെ സ്കൂളിലും കോളേജിലുമൊക്കെ പോയി. സമയം എത്രയെന്നറിയോ? 9:30 എന്ന് ഗംഗ പറയുന്നത് കേൾക്കേ. ഓ, സമയം 9:30 ആയോ എന്ന് പറഞ്ഞിരിപ്പാ കാവേരി. വാ എണീക്ക്, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം വാ എന്ന് വിളിച്ച് അവിടുന്ന് പോവുകയാ ഗംഗയും. ആ സമയം അവിടെ സുജാത വീടിന്റെ ഉമ്മറവാതിൽ തുറക്കുമ്പോഴാണ് കൈവരിയിൽ കിടക്കുന്ന വിനീതിനെ കാണുന്നത്. അവനെ കണ്ട് ഓടിച്ചെന്ന് ഡാ വിനീതേ എഴുന്നേൽക്ക് എന്ന് അമ്മ വിളിക്കേ. ആരടാ അത് എന്ന് വിനീതൻ ചോദിക്കുക. എടാ എഴുന്നേൽക്കാൻ എന്ന് സുജാത പറയാ. വിനീത് ഉറക്കത്തിൽ തന്നെ എഴുന്നേറ്റ് തോണുംചാരി ഇരിക്കുക. എടാ എന്തു പറ്റിയടാന്ന് അമ്മ ചോദിക്കേ. എന്റെ അടുത്ത് വരരുത് എന്നവൻ കൈ ചൂണ്ടിക്കൊണ്ട് പറയേ. എടാ എന്താടാ ഈ കാണിക്കുന്നത്? എന്താ ഇതൊക്കെ? തലയിൽ വെള്ളമൊഴിക്കും ഞാൻ. ഒരൊറ്റ അടി വെച്ചു തരും ഞാൻ. എടാ ഇത് നിന്റെ വീടാടാ എന്നമ്മ പറയേ. വിനീതവും കണ്ണു തുറന്ന് ചുറ്റുപാടും നോക്കുകയാ. അവന്റെ ഷർട്ടിലെ ചോരപ്പാടും തലയിലെ കെട്ടുമെല്ലാം കണ്ട് എടാ എന്തു പറ്റിയടാ നിനക്ക്? കാട്ടാന ചവിട്ടി മെതിച്ചോ? അയ്യോ എന്ന് പറഞ്ഞ് അമ്മ നോക്കി നിൽക്കേ. വിനീതിന്റെ മനസ്സിലും തലേന്ന് രാത്രി നടന്ന സംഭവങ്ങളാണ് ഓടിയെത്തുന്നത്. അമ്മയും അമ്മയുടെ ഭർത്താവും കൂടി സമ്പാദിച്ച ഈ നരകത്തില് അമ്മ ഒറ്റയ്ക്ക് കാവലിരുന്നെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയതും ആ കള്ളുകുടിയന്മാരെ തല്ലിച്ചതച്ച് ഗംഗയെ രക്ഷിച്ചതും ഗംഗ പ്രണയത്തോടെ തന്നെ പരിചരിച്ചതുമെല്ലാം ഓർത്തിരിക്കെ. എടാ നിന്നോടാ ചോദിച്ചത്. എന്തു പറ്റിയടാ? എന്താ ഇതൊക്കെയെന്ന് അമ്മയും ചോദിക്കുക. വേദനിക്കുന്ന തലയൊന്ന് തടവിക്കൊണ്ട് അതൊന്നുമില്ല, വീണതാ എന്ന് തളർച്ചയോടെ വിനീതും. വീണതോ? ഇത് നീ കാട്ടുപോത്തിന്റെ മുന്നിൽ പെട്ടതുപോലുണ്ടല്ലോ എന്നമ്മ ചോദിക്കേ. കാട്ടുപോത്തിന്റെ മുന്നിൽ നല്ല ഇറങ്ങിപ്പോയത് എന്ന് വിനീതും. അതേടാ, ഞാൻ കാട്ടുപോത്തായതുകൊണ്ടാണല്ലോ നീ പുറത്തു പോയി ഇങ്ങനെ സമ്മാനം മേടിച്ചോണ്ട് വരുന്നത് എന്നമ്മ പറയേ. അവൻ തളർച്ചയോടെ എഴുന്നേറ്റുകൊണ്ട് അമ്മേ രാവിലെ തന്നെ ഒരു വഴക്കിന് എനിക്ക് താല്പര്യമില്ല. നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് നടുനിവർത്തേ. ഞാനും വഴക്കിനൊന്നും വന്നതല്ല. ശരിക്കും നിനക്ക് എന്താ പറ്റിയെന്ന് പറ എന്നമ്മയും. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, വീണതാ എന്ന് വിനീത് പറയേ. വീണാൽ ഇത്രയും ക്ഷതം പറ്റോ? നീ എന്താടാ എവറസ്റ്റിന്റെ മോളിൽ നിന്നാണോ വീണേ എന്നമ്മയും. എവറസ്റ്റ് അല്ല, കത്തിപ്പാറയ്ക്ക് അടുത്തുള്ള ചെരുവിന്നാ എന്ന് വിനീത് പറയേ. കത്തിപ്പാറയ്ക്കടുത്തോ എന്ന് പരിഭ്രമത്തോടെ അമ്മയും ചോദിക്കുന്നുണ്ട്. അതേന്ന് അവൻ പറയേ. എന്നിട്ട് നീ എങ്ങനെയാടാ രക്ഷപ്പെട്ടു വന്നത് എന്നമ്മ ചോദിക്കേ. ചെരുവിലൂടെ കുറെ ദൂരം താഴേക്ക് വരുമല്ലോ. അപ്പോ ഒരു മരക്കുറ്റിയിലോ മറ്റോ ഇടിച്ചു നിന്നു. പിന്നെ എപ്പോഴാന്നറിയില്ല മോളിന്ന് ആരോ വിളിക്കുന്നത് കേട്ട് കണ്ണു തുറന്നു എന്നവൻ പറയേ. എന്റെ ദേവി, ആരായിരുന്നു അത് എന്ന് പരിഭ്രമത്തോടെ അമ്മയും ചോദിക്കുന്നു. അമ്മയുടെ ശബ്ദം പോലെ എനിക്ക് തോന്നിയത്. കണ്ണു തുറന്നു നോക്കുമ്പോ ആകാശത്തൊരു നക്ഷത്രം, അതും അമ്മയെ പോലെ തന്നെ. പിന്നെ ആരോ കൈപിടിച്ച് നടത്തുന്നത് പോലെ തോന്നിയത് എന്ന് അമ്മയെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് അവൻ പറയുന്നുണ്ട്. പിന്നതേ നോക്കുമ്പോ വരാന്തയിൽ അമ്മ എന്നവൻ പറയുന്നതുകൾക്ക് സംശയത്തോടെ ഈ മുറിവൊക്കെ വെച്ച് കെട്ടിയത് ആര് എന്ന് അമ്മയും ചോദിക്കുക. അത് വരുന്ന വഴി ഏതോ വീട്ടിൽ കയറിയെന്ന് വിനീത് പറയേ. അതിന് കത്തിപ്പാറയ്ക്കടുത്ത വീടൊന്നുമില്ലല്ലോ എന്നമ്മയും.
ഏതാ വീടെന്നൊന്നും എനിക്കറിയില്ല. പറഞ്ഞില്ലേ, ഒരു ദിവ്യ തേജസ് കൈപിടിച്ച് നടത്തുന്നത് പോലെ ഇങ്ങനെ തോന്നി എന്നവൻ പറയേ, എന്നിട്ടാണോ അതിനെ കാട്ടുപോത്തെന്ന് വിളിച്ചത് എന്ന് പരിഭവത്തോടെ അമ്മയും ചോദിക്കുന്നുണ്ട്. അവൻ അമ്മയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച്, എന്റെ മാത്രം കാട്ടുപോത്തല്ലേ എൻ്റെ അമ്മ, എൻ്റെ അമ്മയെ എനിക്ക് എന്തും വിളിച്ചൂടെ എന്നവൻ ചോദിക്കേ, ചിരിയോടെ, ഇനി എന്നോട് വഴക്കൊന്നും ഉണ്ടാക്കാൻ വരല്ലേ കേട്ടോ എന്നമ്മയും. വിനീതും ചിരിയോടെ അത് സമ്മതിച്ച്, ഇല്ല അമ്മ എന്ന് പറയേ, എന്നാ എൻ്റെ മോൻ പോയി കിടന്നു, ഞാൻ ആ വർഗീസ് വൈദ്യരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എപ്പോഴാ കാണാൻ പറ്റുന്നെന്ന് നോക്കട്ടെ എന്ന് പറയേ വിനീതും തളർച്ചയോടെ അകത്തേക്ക് കയറി പോവുകയാണ്. പാവം, ഇത്രയേ ഉള്ളൂ എൻ്റെ പൊന്നുമോൻ എന്ന് ചിന്തിച്ച് നിൽപ്പാൻ സുജാതയും. പിന്നീട് കാവേരി കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കുകയാ ഗംഗ. അവളേക്കാണേ നിന്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു എന്ന് ഗംഗേച്ചി ചോദിക്കുമ്പോഴേക്കും എന്ന് മൂളിക്കൊണ്ട് കാവേരിയും ആ ഡൈനിങ് ചെയറിലേക്ക് ഇരിക്കുക. അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിക്കൊടുത്തുകൊണ്ട് ഗംഗ വീണ്ടും പറയുന്നുണ്ട്, സമയം ഒരുപാട് ലേറ്റായല്ലോടി, രാജേശ്വരി ഇന്ന് മിക്കവാറും നിന്നെ അടിച്ചു പുറത്താക്കുമെന്ന്. എടി, അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി നീ നിന്റെ ജോലി ഉഴപ്പിക്കളയരുത്. ജോലി ചെറുതോ വലുതോ എന്നതല്ല, അത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഉള്ള ജോലി നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ഗംഗ പറയെ ടെൻഷനോടെ ഇരിക്കുന്ന കാവേരിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നടന്ന സംഭവങ്ങളെല്ലാം വിനീത് നിവിനെ വിളിച്ചു പറയുന്നതും രാജേശ്വരിയാണ് ഇതിന് പിന്നിലെന്ന് ആസിഫ് നിവിനെ അറിയിക്കുന്നതും നിവിൻ അമ്മയെ ചോദ്യം ചെയ്യുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.